ഇന്ന് സ്പെഷ്യലായിട്ട് അതുപോലെ തന്നെ വളരെ എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഏലാഞ്ചിയുടെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. മധുരമൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റാർഡും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. അതിന് മുന്നായിട്ട് പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. അത് തന്നെ ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. ശർക്കര എടുക്കുമ്പോൾ അഴുക്കൊന്നുമില്ലാത്ത ശർക്കര തന്നെ എടുക്കാനായിട്ട് നോക്കുക. ശർക്കര ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ ചെറിയ പീസാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് തേങ്ങയാണ്, ഒരു കപ്പ് അളവിൽ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവൽ ഒരു അരക്കപ്പോളം അവലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായാണ്, ഒരു 4-5 ഏലക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ചെറുതായതുകൊണ്ടാണ് അത്രയും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. നല്ലോണം പേസ്റ്റാക്കി എടുക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് ഫില്ലിംഗ് ഒന്ന് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു മിക്സ്ഡ് ജാറിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ അതിലേക്കൊരു കോഴിമുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കുക. പിന്നെ നമ്മൾ എത്രത്തോളം ഉണ്ടാക്കിയെടുക്കുന്നു അതിനനുസരിച്ച് ബാറ്ററിൻ്റെ അളവൊക്കെ കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ മൈദ കുറച്ചും കൂടി എടുത്താൽ മതി. അപ്പോൾ മുട്ടയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്കൊരു 2 സ്പൂണ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ റവ ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു ദോശയൊക്കെ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ റവയും കൂടി ചേർത്തതിന് ശേഷം അതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കുറച്ച് തേങ്ങ മതി, തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ള ഉപ്പും അതുപോലെ തന്നെ പഞ്ചസാരയാണ്, ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് റവക്ക് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവൽ തന്നെ കുറച്ച് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതാ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ദോശ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഒരുപാട് നൈസായിട്ട് വേണ്ട, എന്നാൽ ഒത്തിരി കട്ടിയിലും വേണ്ട കേട്ടോ. ഇതുപോലെ ഒന്ന് വേണം. അപ്പോൾ ബാറ്റർ നല്ലോണം കട്ടിയായി വേണ്ട, ഒരു പാകത്തിനുള്ളൊരു ലൂസിൽ മതി. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നല്ലോണം കട്ടിയായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ദോശയുടെയൊക്കെ ബാറ്റർ എങ്ങനെയാണുള്ളതെന്നുള്ളത്. അപ്പോൾ ഒരു രീതിക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് പാകാക്കി എടുത്താൽ മതി. അപ്പോൾ എല്ലാ ദോശയും ഇതുപോലെ ഞാനൊന്ന് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയാണ് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് നിറക്കാം. അപ്പോൾ ഒരു ദോശ എടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുലായിട്ട് ഒരു ഫില്ലിംഗ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു സ്പൂൺ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നിങ്ങനെ പ്രസ്സാക്കിയിട്ട് എല്ലായിടത്തേക്കും ഒന്ന് എത്തുന്ന രീതിയിലൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഇനി കൈ വെച്ചിട്ട് തന്നെ എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ ആക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫില്ലിങ് എല്ലായിടത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതുപോലെ ഒന്നിങ്ങനെ റോൾ ചെയ്തെടുക്കാനുണ്ട്. നീളത്തിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു റോൾ ചെയ്തെടുത്ത ഈ ഒരു ദോശ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ കട്ട് ചെയ്തെടുക്കാതെ ഇങ്ങനെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിക്കാമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചെറിയ പീസാകുമ്പോൾ നമുക്കിങ്ങനെ കഴിക്കാനും എളുപ്പമാവും. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കട്ട് ചെയ്തെടുത്തത് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിട്ട്. എല്ലാ വശവും ഒന്ന് ജസ്റ്റ് ഒരു ഗോൾഡൻ കളറായി വരുന്നവരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് നമുക്കൊരു സ്നാക്സ് കിട്ടും കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഹെൽത്തി ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കട്ടെ. അപ്പോൾ നോമ്പ് തുറക്കാനൊക്കെ ഉണ്ടാക്കി
ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. നമ്മളിവിടെ ഏലാഞ്ചി എന്നൊക്കെയാണ് ഇതിന് പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്